Kids or Happy Life എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് തരി ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാം, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തരി ബിരിയാണിയാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതിന് റവ, ഇതിപ്പോൾ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ തന്നെയാണ് ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഡബിൾ ഹോൾസിൻ്റെ റവയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് സവാള. ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് 2 സവാള വേണം. പിന്നെ ലാസ്റ്റ് ഫ്രൈ ചെയ്തിടാനായിട്ട് 1 സവാള വേണം. അങ്ങനെ 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ചിക്കൻ. ഇത് നമ്മൾ വേവിച്ചെടുത്തിരിക്കുകയാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും 1 പച്ചമുളകും ഇട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ആ രീതിയിൽ വേവിച്ച് വെച്ചിരിക്കുന്നത്, എല്ല് കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പച്ചമുളക് ഇതിൻ്റെ അകത്ത് ഇട്ടില്ലെങ്കിൽ നമ്മൾ വേറെ ഒരു 2 പച്ചമുളക് എടുക്കേണ്ടി വരും. ഇറച്ചി എന്ന് പറഞ്ഞാൽ ഫുൾ വേവിക്കണമെന്നില്ല, ഹാഫ് വേവിച്ചാലും മതി. ബാക്കി നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി 1 കഷ്ണം ചതച്ച് വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളി അതുപോലെ 7 അല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക് 2 എണ്ണം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില വേണം. അതേപോലെ ഒരു നാരങ്ങയുടെ നീര് നമുക്ക് വേണം. അപ്പോൾ ഞാനിവിടെ 1 നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 ചെറിയ ഉള്ളി വേണം. ഇതിനായിട്ട് വെള്ളം എടുക്കുമ്പോൾ നമ്മൾ 1 ഗ്ലാസ് റവ എടുക്കുന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിപ്പോൾ ഏത് ഗ്ലാസ്സിനെടുത്താലും അതേ രീതിയിൽ തന്നെ എടുത്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് കാഷ്നട്ട് വേണം. അതേപോലെ തന്നെ ഗ്രേപ്സ് വേണം. ഇതിപ്പോൾ ഉണക്കമുന്തിരി വൈറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉപ്പ് വേണം. പിന്നെ കുറച്ച് മസാലപ്പൊടി. ഇതിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയ മസാലപ്പൊടിയാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എത്രമാത്രം ചേർക്കണം എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ മസാലയൊക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ച് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അത് അറിയാൻ പാടില്ലാത്ത പുതിയ കൂട്ടുകാർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് തരുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് വേണം. അപ്പോൾ ഞാനിവിടെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 തക്കാളി എടുത്തിട്ടുണ്ട്. ഇടത്തരം തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മസാല തയ്യാറാക്കുമ്പോൾ അരിഞ്ഞ് ചേർക്കാനുള്ളതാണ്. ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഞാൻ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. മല്ലിയിലേക്ക് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ റവ റോസ്റ്റഡ് ആണെങ്കിൽ പോലും ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് റവ റോസ്റ്റ് ചെയ്യാം. നമ്മുടെ ഈ റവ ഓൾറെഡി വറുത്തതാണ്. നമ്മൾ അങ്ങനെയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂട് കയറി വന്നാൽ മതി. ഒരു 2 മിനിറ്റ് നമ്മൾ ഇതേ രീതിയിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് അടപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അടിയിൽ ചൂട് കൊണ്ട് കളർ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ റവ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി കാഷ്നട്ടും മുന്തിരിയും അതേപോലെ തന്നെ സവാളയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതൊന്നും ചെയ്യുവാണോ. നമ്മുടെ സവാള റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്കിനി സവാള കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് കാഷ്നട്ടും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്.
ഉണക്കമുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമുന്തിരി ആദ്യം ഫ്രൈ ചെയ്യുക, അതിനുശേഷം നമുക്ക് കാഷ്നട്ട് ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ വേവിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ഇത് ഒഴിഞ്ഞു പോകും. ഇത് റെഡി ആയിട്ടുണ്ട്. കാഷ്നട്ടും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ലാസ്റ്റ് അതിന് വേണ്ടിയിട്ട് 2 കറിവേപ്പില കൂടി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഞാൻ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ പറയാത്തൊരു കാര്യമാണ് കറിവേപ്പില ചേർക്കുന്ന കാര്യം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി മല്ലിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി മറ്റൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച നെയ്യ് തന്നെ ഒഴിച്ചാലും സാരമില്ല. ജസ്റ്റ് ഒന്ന് ഒരല്പം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ സവാള ഇതിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളീ ചെയ്യുന്നത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. സവാള നമ്മൾ ഒത്തിരിയും ഒഴിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അതൊന്ന് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തക്കാളി ആഡ് ചെയ്യാം. ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ്. നമുക്ക് ഇതിൻ്റെയും ഒന്നൊരു പച്ചമണം മാറുന്നതിനായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നെയ്യിൽ കിടന്ന് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഇപ്പോൾ തക്കാളിയും വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ചിക്കനാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ഇതിലേക്ക് കട്ട് ചെയ്ത് ഇടുകയാണ് വേണ്ടത്. ഇനി നമുക്ക് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നാരങ്ങയുടെ നീര് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മളിനി റവ റെഡിയാക്കാനായിട്ട് നമുക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിൽ ഒരൽപ്പം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉള്ളി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്തൊന്ന് വറുത്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കേണ്ടതുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ റവ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം.
ഒരു ഗ്ലാസ് റവ എടുക്കുമ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം റവ എടുക്കുന്നോ അതനുസരിച്ച് വ്യത്യാസപ്പെടുത്തി എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ അളവൊന്ന് ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ റവ ചേർത്ത് കഴിയുമ്പോൾ കുഴഞ്ഞു പോകും ഒത്തിരി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്യുമ്പോഴും കുറച്ച് ചേർത്താൽ മതി. കാര്യം നമ്മൾ മസാല തയ്യാറാക്കിയതിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത അതായത് ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ദം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ദം ചെയ്യാനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടി അടപ്പത്ത് വയ്ക്കുകയാണ് വേണ്ടത്. തീ ഒത്തിരി കൂട്ടിയൊന്നും ഇടരുത്, ചെറിയ തീയിൽ ആണ് ചെയ്യേണ്ടത്. ചട്ടി ഒന്ന് ഈ പാത്രം ഒന്ന് ചൂടാകാനുള്ള ഒരു ടൈമിൽ നന്നായിട്ട് തീ കൊടുക്കുക. അതിനുശേഷം തീ കുറച്ചിടുക. ഇവിടെ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പകുതി റവ ചേർത്ത് കൊടുക്കാം. ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടില്ലേ, അതും പകുതി നമുക്ക് ഇതിൻ്റെ പുറത്ത് വിതറി കൊടുക്കാം. ഇനി നമുക്ക് സവാള വറുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർക്കാം. അതും കുറേശ്ശെ ചേർത്താൽ മതി. ഇപ്പോൾ കറിവേപ്പില, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമുക്ക് അല്പം മല്ലിയില കൂടി ഇതിലേക്ക് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റവ ഇതിലേക്ക് ചേർക്കാം. ബൗളിലേക്ക് ബാക്കിയുള്ള മസാല ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും അതേപോലെ കാഷ്നട്ടും കറിവേപ്പിലയും ഉണക്കമുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് ഇത് മൂടി വെച്ച് 1 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. തരി ബിരിയാണിക്കൊപ്പം കഴിക്കാനായിട്ട് ഒരു കൊച്ചു സാലഡ് കൂടി ഉണ്ടാക്കി. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാരറ്റ്, കുക്കുംബർ, അതേപോലെ തന്നെ തക്കാളി, തൈര്, പച്ചമുളക്, സവാള, ഇത്രയും കൊണ്ട് ഒരു ചെറിയ
സാലഡ് ഉണ്ടാക്കി. ക്യാരറ്റും കുക്കുംബറും ഒക്കെ നമ്മൾ ചീകി എടുക്കുകയാണ് ചെയ്തത്. തക്കാളി നമ്മൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സാലഡാണിത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേരാരും മറക്കരുത്, ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ്.